ഭക്ഷിച്ചിരുമനാ വാനത്തിൽ നിന്നേഹത്തിൽ വന്നു താൻ ജീവനേകീയോരേശു ഭൂവിൽ തിരികെ വരും. വേഗമേശു രക്ഷകനാഗമിച്ചിടും മേഘമതാം വാഹനേ. വേഗമേശു രക്ഷകനാഗമിച്ചിടും മേഘമതാം വാഹനേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 66-ാം വാക്യം. അവർ ചെന്ന് കല്ലിന് മുദ്രവെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. യേശുവിൻ്റെ മരണം ശിഷ്യഗണത്തെ നിരാശരാക്കി. അവർ ഭീതിയിലും പിന്മാറ്റത്തിലും കഴിഞ്ഞു. യേശുവിനെ ആഴമായി സ്നേഹിച്ച നല്ലവനും നീതിമാനുമായിരുന്ന അരിമത്യക്കാരനായ ജോസഫ് പീലാത്തോസിൻ്റെ അരികിൽ വന്ന് യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങി തനിക്കായി ഉണ്ടാക്കിയ കല്ലറയിൽ സൂക്ഷിച്ചു. മഹാപുരോഹിതന്മാരും പരീശ പ്രമാണികളും അധികാരികളുടെ അനുവാദത്തോടെ കല്ലറയുടെ ഉറപ്പിനായി കൂടുതൽ കാവൽ ഏൽപ്പിച്ചു. മരണത്തിൻ്റെ ശക്തിയെയും അധികാരത്തെയും തകർത്തുകൊണ്ട് 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. അതുമൂലം മരണത്തിനപ്പുറമായ ഉയർപ്പും പ്രത്യാശയും അവൻ നമുക്ക് വാഗ്ദാനം ചെയ്തു. പ്രിയ സ്നേഹിതരെ, നമുക്ക് പരിഹരിക്കുവാൻ പ്രയാസമുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ നാം എത്തിച്ചേരുമ്പോൾ, നിരാശയുടെയും തോൽവിയുടെയും അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ ശക്തീകരിക്കും. ഈ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദിനംപ്രതി നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തീകരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവെ, നിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം അനുഭവിച്ച് നിൻ്റെ ഹിതം നിറവേറ്റുവാൻ എന്നെ ശക്തീകരിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.